നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ല ഒറ്റപ്പാലം അമ്പലപ്പാറ പഞ്ചായത്ത് മുരിക്കുംപറ്റ എന്ന സ്ഥലത്താണ്. മെയിൻ റോഡിൽ നിന്ന് ഒരു 100 മീറ്റർ മാത്രം വന്നാൽ മതി കേട്ടോ ഈ കാണുന്ന വീട്ടിലേക്ക്. നല്ല സൂപ്പർ വീടാണ്, പുതിയ വീടാണ്, 2 വർഷം ആകെ പഴക്കമുള്ളൂ. 8.5 സെൻറ്റ് സ്ഥലത്ത് 1660 സ്ക്വയർ ഫീറ്റ് വീടാണ് കേട്ടോ അത്. 4 ഭാഗം ചുറ്റുമതിൽ കെട്ടി സേഫ്റ്റി ആക്കിയ വീടാണ് കേട്ടോ. അതുപോലെ തന്നെ മുറ്റം മുഴുവൻ ഇൻ്റർലോക്ക് ചെയ്ത് നല്ല വൃത്തിയിൽ, കണ്ടോ, കാണുമ്പോൾ തന്നെ അറിയാം, നല്ല രസത്തിൽ ചെയ്തിട്ടുള്ള വീടാണിത്. 4 ബെഡ്റൂമാണ് ഈ വീട്ടിൽ മൊത്തം ഉള്ളത് കേട്ടോ. 4 ബെഡ്റൂം. വെള്ള സൗകര്യത്തിന് ബോർവെല്ലുണ്ട്, പിന്നെ പൈപ്പ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. യഥേഷ്ടം വെള്ളം കിട്ടുന്ന ഏരിയ തന്നെയാണ് ഇത് കേട്ടോ. നമുക്ക് ആദ്യം വളപ്പൊന്ന് കണ്ടിട്ട് വരാം. മുറ്റത്ത് കണ്ടില്ലേ, നല്ല തെങ്ങുകളും തെങ്ങും തെയ്യൊക്കെ വെച്ച് നല്ല ഭംഗിയിൽ വളർത്തുന്നത് കണ്ടില്ലേ. അതുപോലെ തന്നെ മാവുണ്ട്, അതൊക്കെ ഇങ്ങനെ കൈമതിൽ കെട്ടി അതിൻ്റെ 4 പുറവും ഇൻ്റർലോക്കൊക്കെ ചെയ്ത് നല്ല വൃത്തിയിലാണ് ഇതിൻ്റെ മുൻഭാഗം സെറ്റ് ചെയ്തിട്ടുള്ളത്. പിൻഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇതാ ഷീറ്റൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് സേഫ്റ്റി ആക്കിയിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു സ്പേസുള്ള ഭാഗം തന്നെയാണ് പിൻഭാഗം. കായ്ക്കുന്ന തെങ്ങുണ്ട് ഇതിൽ, അത്യാവശ്യം മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സൈഡിൽ ചെറിയ ചെറുതുകളാണെങ്കിലും വളർന്നു വരുമ്പോൾ ഒരു കുറച്ച് വർഷം കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് കായ്ഫലം കിട്ടുന്ന മരങ്ങളും ഉണ്ട് ഇതിൽ. ഇത് വീടിൻ്റെ പുറകുവശത്ത് ഒരു കോമൺ ആയിട്ടൊരു ബാത്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. സാധാ ക്ലോസറ്റൊക്കെ വെച്ചിട്ട് കോമൺ ആയിട്ടുള്ളൊരു ബാത്റൂമുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ അലക്കാനുള്ള കല്ലും ടാപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാ ഈ ഭാഗത്ത് ഒരു ഭാഗത്ത് ഒതുക്കിയിട്ട് അലക്കുകല്ലും വെള്ളത്തിൻ്റെ ടാപ്പൊക്കെ സെറ്റ് ചെയ്ത് വൃത്തിയാക്കിയിട്ടാണ് ഓരോ ഭാഗങ്ങളും ചെയ്തിട്ടുള്ളത് കേട്ടോ. ഫുള്ള് വെട്ടുകല്ലുകൊണ്ട് പണിയെടുത്ത വീടാണത് കേട്ടോ. 4 ബെഡ്റൂമിൽ 2 അറ്റാച്ച്ഡും 2 കോമൺ ബെഡ്റൂമാണ്. അത്യാവശ്യം ഒരു വീട്ടിലേക്ക് വേണ്ട ഫലവൃക്ഷങ്ങളൊക്കെ ഇതാണ്ട ഈ സൈഡിൽ ഒതുക്കി നല്ല ഒതുക്കത്തിൽ വൃത്തിയായിട്ട് സെറ്റ് ചെയ്തിട്ട് വളർത്തുന്നുണ്ട് കേട്ടോ. പടിഞ്ഞാറ് ഫേസ് ചെയ്തിട്ടാണ് ഈ വീട് നിൽക്കുന്നത്. 4 ബെഡ്റൂമുള്ളതിൽ 3 താഴെയാണ്. അതിൽ 2 അറ്റാച്ച്ഡ്, ഒരു കോമൺ ബെഡ്റൂമാണ്. പിന്നെ ഉള്ളത് ഒരു ബെഡ്റൂം മുകളിലാണ്, അത് അറ്റാച്ച്ഡ് ബെഡ്റൂം തന്നെയാണ് കേട്ടോ. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. ആവശ്യമുള്ളവരൊക്കെ കാണട്ടെ, ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടട്ടെ. ഈ വീട് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങാനുള്ളൊരു അവസരം നമ്മൾ ചെയ്തു കൊടുക്കുക. വീട്ടിലേക്ക് കയറിയ ഭാഗം തന്നെ നല്ല വിശാലമായ ഒരു സിറ്റ് ഔട്ട് പോലെ ഓപ്പൺ എയറിൽ ഇരുന്ന് നല്ല ശുദ്ധമായ കാറ്റ് കൊണ്ടിരിക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. അത് കഴിഞ്ഞ് മെയിൻ ഡോർ തുറന്നു കഴിഞ്ഞാൽ ഇതാ നല്ലൊരു വലിയൊരു ഹാള്. അവിടെ തന്നെ TV കാണാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഹാളിൻ്റെ അപ്പുറത്ത് ഒരു സ്പേസ് ഉണ്ട്. അത് കടന്നു കഴിഞ്ഞാൽ അവിടെയാണ് നമ്മുടെ സ്റ്റെയർ കേസ്, മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് ഭാഗം ഡൈനിങ് ഏരിയയാണ്. ആ ഡൈനിങ് ഏരിയയിൽ നിന്ന് വാഷ് ബേസിൻ്റെ സൈഡിലൂടെ വന്നു കഴിഞ്ഞാലാണ് താഴത്തെ ആദ്യത്തെ ബെഡ്റൂം. നല്ല വലിപ്പമുള്ള ബെഡ്റൂം കേട്ടോ. ഒരു ബെഡ്റൂം ഒന്നല്ല, അത് ഒരു 2-3 ബെഡ്റൂമിൻ്റെ വലിപ്പം ഉണ്ടാവും ഈ ബെഡ്റൂം. കാരണം അതിൽ ഇപ്പോൾ അതിൽ കിടക്കുന്നതന്നെ 3 കട്ടിലിട്ടിട്ടുണ്ട്. അത് അറ്റാച്ച്ഡ് ബാത്റൂമുള്ള തന്നെ കേട്ടോ. നല്ല വൃത്തിയിൽ പണി കഴിച്ച നല്ല യൂറോപ്യൻ ക്ലോസറ്റ് ഹെവി സാധനമാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, അതിൽ 3 ബെഡ് കിടക്കുന്നുണ്ട് ഈ റൂമിൽ, 3 കട്ടിൽ കിടക്കുന്നുണ്ട്. ആ ബെഡ്റൂമിൽ നിന്ന് വന്ന് ഇതേ വാഷ് ബേസിൻ്റെ സൈഡിൽ നിന്ന് ഡൈനിങ് ഏരിയയിലേക്ക് വീണ്ടും വന്നു കഴിഞ്ഞാൽ ഇത് മുകളിലേക്കുള്ള സ്റ്റെയർ കേസ്. അവിടെ ഭക്ഷണം കഴിക്കാനുള്ള ഡൈനിങ് ടേബിളൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് തന്നെയാണ് ഇതിൻ്റെ 2ാമത്തെ ബെഡ്റൂം. അതിലും നല്ല ഡ്രസ്സ് അലമാരൊക്കെ സെറ്റ് ചെയ്തിട്ട് നല്ല സൂപ്പറായിട്ട് വർക്ക് ചെയ്ത ബെഡ്റൂമാണ് കേട്ടോ ഇത്. ഉണ്ടോ, ഈ ഡ്രസ്സർമാരൊക്കെ നല്ല ഫിനിഷിങ്ങിലുള്ള വർക്കാണ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമൊക്കെ നല്ല സ്പേസ് ഉള്ളതാണ്. ഈ ബെഡ്റൂം ബാത്റൂം ഇല്ലാത്ത ബെഡ്റൂമാണ് കേട്ടോ. ഇത് കോമൺ ബാത്റൂം അറ്റാച്ച്ഡ് അല്ല.
അവിടുന്ന് നമ്മൾ വീണ്ടും ഹാളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡൈനിങ് ഏരിയയിലെത്തി. അവിടുന്ന് മുകളിലേക്കുള്ള സ്റ്റെയർ കേസ്. അവിടുന്ന് തന്നെ അവിടുന്ന് തന്നെ വീണ്ടും വലതു ഭാഗത്താണ് ഇതിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂം കേട്ടോ. അതിലും ഡ്രസ്സ് അലമാരയൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള സേഫ്റ്റി ആക്കിയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് അത്. അല്ല, രണ്ടാമത്തെ ബെഡ്റൂം കഴിഞ്ഞാൽ മൂന്നാമത്തെ ബെഡ്റൂമാണിത്. അതും അറ്റാച്ച്ഡ് ബെഡ്റൂം തന്നെയാണ്. നല്ല സ്പേസ് ഉള്ള ഒരു ബാത്റൂം തന്നെയാണ് കേട്ടോ അത്. അവിടുന്ന് നമ്മൾ വീണ്ടും ഹാളിലേക്ക് എത്തി. ഹാളിൽ നിന്ന് തന്നെ വീണ്ടും അടുത്ത സ്പേസ് കിച്ചൺ നല്ല വലിപ്പമുള്ള ഏരിയ ഉള്ള ഒരു കിച്ചൺ തന്നെ കേട്ടോ. കിച്ചണിലത്തെ ഇതുമാതിരി അലമാരയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലേ, നല്ല സ്റ്റാൻഡേർഡ് സാധനങ്ങൾ കൊണ്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒക്കെ നല്ല കബോർഡ് സെറ്റിങ്സൊക്കെ നല്ല സൂപ്പർ സാധനങ്ങൾ ഇട്ടിട്ട് ചെയ്താട്ടോ. അടുക്കളയുടെ വാതിലൊക്കെ നല്ല ഗ്ലാസ് ഇട്ടിട്ട് ഡിസൈൻ ഗ്ലാസ്, ഫ്ലവർ ഗ്ലാസ് ഒക്കെ ഇട്ടുള്ള ചെയ്തിട്ടുള്ള അടുക്കളയാണ്. അത് കഴിഞ്ഞാലാണ് അടുക്കളയിൽ നിന്ന് പുറത്തേക്കുള്ള ഡോറ്. പുറത്തേക്കുള്ള ഡോറിൽ കഴിഞ്ഞാൽ നല്ല ഷീറ്റൊക്കെ ഇട്ടിട്ട് നല്ല സേഫ്റ്റി ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗത്ത് തന്നെയാണ് നമ്മുടെ വിറകടുപ്പ് കത്തിക്കാനുള്ള സൗകര്യം ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ തൽക്കാലം എന്തൊക്കെ സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ്, അത് കാരണമാണ് അത് കാണാത്തത്. അതാണ് വിറകടുപ്പ്. വീണ്ടും നമ്മൾ ഹാളിലേക്ക് എത്തി. അവിടുന്ന് മുകളിലേക്കുള്ള സ്റ്റെയർ കേസാണ്. മുകളിൽ ഒരു ബെഡ്റൂമാണുള്ളത് കേട്ടോ, അത് അറ്റാച്ച്ഡ് തന്നെയാണ്. സ്റ്റെയർ കേസ് മൊത്തം ബ്ലാക്ക് ഗ്രാനൈറ്റ് ടൈൽസ് കോമ്പിനേഷനായിട്ട് ചെയ്തിരിക്കുകയാണ്. സൈഡ് കൈവരിയൊക്കെ കണ്ടില്ലേ, നല്ല സ്റ്റീൽ വർക്കിൽ സ്ട്രോങ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. 52 ലക്ഷം രൂപയാണ് ഇതിൻ്റെ ഓണർ ഇതിന് വില പറയുന്നത്. വില നെഗോഷ്യബിളാണ്, നമുക്ക് എന്തെങ്കിലും കുറവ് ചെയ്ത് കിട്ടുന്നതാണ്. ഇതാണ് മുകളിലുള്ള ബെഡ്റൂം. അത് അറ്റാച്ച്ഡ് ബെഡ്റൂം തന്നെയാണ് കേട്ടോ. ഈ ബെഡ്റൂം എയർ വെൻറ്റിലേഷന് വേണ്ടിയിട്ട് ഫെർഗോള സെറ്റിങ്സൊക്കെ ചെയ്തിട്ടുള്ള റൂമാണ്. ഇതതിലെ ബാത്റൂമാണ് സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. അതും നല്ല ഹെവി ക്ലോസറ്റൊക്കെയാണ് വെച്ചിട്ടുള്ളത്. അവിടുന്ന് ഓപ്പൺ ടെറസിലേക്കുള്ള ഡോറാണിത്. ഓപ്പൺ ടെറസിലേക്ക് വന്നു കഴിഞ്ഞാലുള്ള കാഴ്ചയാണിത്. നല്ല വ്യൂ ആട്ടോ, നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ്, ചുറ്റും വീടുകളുള്ള സ്ഥലമാണ്. ഈ വീട് ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കൂ. അതുപോലെ തന്നെ നിങ്ങളുടെ ആരുടെയെങ്കിലും വീടോ സ്ഥലമോ ബിൽഡിങ്ങോ എന്തെങ്കിലുമൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കുക. നമുക്കത് വിൽക്കാനുള്ള ശ്രമം ചാനൽ വഴി നടത്താവുന്നതാണ് കേട്ടോ. ഒറ്റപ്പാലം ടൗണിലേക്ക് ഇവിടുന്ന് 6 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. എല്ലാവിധ LP, UP, ഹയർ സെക്കൻഡറി സ്കൂളുകളൊക്കെ ഈ പരിസരത്തുണ്ട് കേട്ടോ. ആവശ്യമുള്ളവർ വിളിക്കൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.